ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കോഴിക്കുഞ്ഞുങ്ങളെ മേടിക്കുന്ന ഷോർട്ട് വീഡിയോ. അപ്പോൾ അതിൽ ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ബ്രീഡ്സ്, ലൊക്കേഷൻ, പ്ലേസ്. ഞങ്ങൾ വെറും 15 കോഴിക്കുഞ്ഞുങ്ങളാണ് മേടിച്ചത്. നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഫാം ഒന്നും അല്ല, ഒരു വീടിനോട് ചേർന്ന് നടത്തുന്ന ഒരു കോഴിക്കുഞ്ഞ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒത്തിരി എൻക്വയറീസ് വന്നുകൊണ്ട് തന്നെ അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് അവിടെ പോയി നേരിട്ട് കാണാം എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് കോഴിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഒന്ന് സയോമി, നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ, പിന്നെ കാടക്കോഴിക്കുഞ്ഞ്. അപ്പൊ അങ്ങനെയാണ്. ഒരു 2 വീക്സ് പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ മുതൽ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകും തോറും അതിന്റെ പ്രൈസിൽ വ്യത്യാസം വരും. പിന്നെ ഒരു 5-6 മാസം ആകുമ്പോഴത്തേക്കാണല്ലോ മുട്ടയൊക്കെ ഇടുന്നത്. അപ്പോൾ അതുവരെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ഇവിടെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും അവിടെ പോയി നമുക്ക് അതിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് കണ്ടു തന്നെ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഏതൊക്കെ ബ്രീഡാണ് ഇവിടെ ഉള്ളത്, എത്ര മാസമായി, എത്ര ആഴ്ചകളായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഉള്ളത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കാണാം. അപ്പം ഒത്തിരി വലിയ ഫാം അല്ല, ഇതൊരു വീടിന് ചേർന്നിരിക്കുന്ന ഒരു ഫാമാണ്. അപ്പോൾ വളരെ ലിമിറ്റ് ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. എങ്കിലും നമുക്ക് ഉള്ള കോഴിക്കുഞ്ഞുങ്ങളെ ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു 2 ആഴ്ച പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കാണാം. ഇതിനേക്കാളും കുറച്ചുകൂടി വലിയ ഒരു ടൈപ്പ് കോഴിക്കുഞ്ഞുങ്ങളാണ് അടുത്തുള്ളത്. ഇതിന് കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുറച്ചും കൂടി വലുതായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കാണാം. നല്ല മഴയുണ്ട്, എങ്കിലും വീഡിയോ എടുക്കാനായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ എന്തായാലും എടുത്തിട്ടേ പോകുന്നുള്ളൂ. അപ്പൊ കാണാം. ഈ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങളില്ലേ, ഇത് സയോമി കാറ്റഗറിയിൽ പെടുന്ന സയോമി ബ്രീഡാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളില്ലേ, അത് സയോമി ബ്രീഡാണ് കേട്ടോ. വെള്ളയും കറുപ്പൊക്കെ ആയിട്ട് ഉള്ള കോഴികളാണ്. ഇത് അത്യാവശ്യം വലിപ്പം വന്നിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വളർന്നതാണ്. ഈ മുട്ട വിരിഞ്ഞാൽ നമ്മൾക്ക് രക്ഷപ്പെട്ട് കിട്ടാനായിട്ട് കുറച്ച് പാടുണ്ടല്ലോ. പക്ഷെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് രക്ഷപ്പെട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെ വളർന്നു വന്നിരിക്കുന്ന കോഴികളാണ്. ഇങ്ങനെ പല കാറ്റഗറീസിലുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ മുട്ട വിരിഞ്ഞൊരു 2 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം നമുക്കത് രക്ഷപ്പെട്ട് കിട്ടും എന്നൊക്കെ. പിന്നെ അതിന് ട്രെയിനിങ് കിട്ടിയവർക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മേടിച്ചുകൊണ്ട് പോണവർക്കാണ് ഇതിന്റെ ഒരു ടാസ്ക് വരുന്നത്. കാരണം അതിനെ രക്ഷപ്പെടുത്തിയെടുക്കണം, കറക്റ്റ് തീറ്റ കൊടുക്കണം, വെള്ളം കൊടുക്കണം. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വെള്ളം കുടിക്കും. എപ്പോഴും നമ്മൾ വെള്ളം വെച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് വലിപ്പം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൂട്ടിന് തുറന്നു വിടാനൊക്കെ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഈ തുറന്നു വിട്ട് വളർത്തുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തായിട്ട് ഇതിനേക്കാളും ചെറിയ ടൈപ്പിലുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് കാണാം. മാത്രമല്ല ഇവിടെ കാടക്കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതും കാണാം. ഇല്ല, അകത്ത് കയറിക്കോട്ടാ. ഓ, ഇതാണ് കൊടുക്കാനുള്ളത്. ഇത് സാധാരണ നാടനാണ്. നല്ല രീതി പോകുന്നുണ്ട്. കാടക്കോഴിക്കുഞ്ഞുങ്ങളും സയോമിയും നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവിടെ ഓൾറെഡി സെയിൽ ഉള്ളത്. അപ്പം അത്യാവശ്യം കാടക്കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 60 രൂപയൊക്കെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് കാണാം. ഇതാണ് കാടക്കോഴിക്കുഞ്ഞുങ്ങള്. മുട്ടയിടാറൊന്നും ആയിട്ടില്ല, അത്യാവശ്യം വലിപ്പം ഉണ്ട്. എന്നാലും 60 രൂപ വെച്ചിട്ടാണ് ഓരോന്നായിട്ട് ഇവര് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഒരു കൂട്ടിലായിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ് ഇതിനെയൊക്കെ. കണ്ടോ, നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇതൊക്കെ 2 വീക്സ് ഒക്കെ ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇങ്ങനെ പല ഇങ്ങനെ ഷെഡ് തന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒക്കെയാണ് ഇവരത് വച്ചിരിക്കുന്നത്. വീക്സ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ചെറിയ കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ 100 രൂപ,
പിന്നെ അതിനേക്കാളും കുറച്ചുകൂടി ദിവസം പ്രായമുള്ളതാണെന്നുണ്ടെങ്കിൽ 120, 150, 200 അങ്ങനെയാണ് ഇതിന്റെ ഒരു വിലയുടെ ഒരു കാറ്റഗറി പോകുന്നത്. അപ്പൊ അത്യാവശ്യം ഒത്തിരി കോഴിക്കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.